പിണറായി ഗവൺമെന്റിലും ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മുടെ സതീഷ് ചേട്ടൻ ചെയ്യുമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയ പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി. അവരുടെ എല്ലാ ഫാമിലിയും അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഒന്നിനും പുറകോട്ട് വെക്കില്ല. അടിയെങ്കിൽ ഒടക്കെങ്കിൽ ഒടക്ക്, അടിയെങ്കിൽ അടി, അങ്ങനത്തെ സെറ്റപ്പാണ്. ഏതാ സതീഷിന്റെ പപ്പ എങ്ങനെയാണാവോ അതിലും പവർഫുള്ളാണ് ഇപ്പോൾ വളരെയധികം സന്തോഷം. നമ്മുടെ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഇത്ര അടുത്ത് നിന്ന്, ഇത് വളരെ സന്തോഷം. നല്ലവനാണ്. വേറെ ആരുണ്ട് കറക്റ്റ് മൈൻഡാണ്. അറിയാം, നേരത്തെ അറിയാവോ? പറഞ്ഞതേയില്ലതില്ലേ, ഞങ്ങളുടെ വീട് അവിടെ ആണ്. മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. ഈ അവസരത്തിൽ വി ഡി സതീഷ് സാറിനെ പറ്റി ഓർക്കുമ്പോൾ എന്താണ് പറയാനുള്ളത് നാട്ടുകാരെന്നുള്ളത്? അയ്യോ, ചേട്ടൻ എന്ന് പറഞ്ഞോട്ടെ, സതീഷ് ചേട്ടൻ എൻ്റെ അംഗൻവാടിയുടെ ഏരിയയിൽ പെട്ടാണ്. ഞാൻ അംഗൻവാടി ടീച്ചറാണ് ഇവിടുത്തെ വടക്കേപ്പാട്ട് വിരക്കൽ ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല. പിണറായി ഗവൺമെന്റിലും ഒന്നും കൂടി നല്ല രീതിയിൽ നമ്മുടെ സതീഷ് ചേട്ടൻ ചെയ്യുമെന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും. നല്ല ഒരു പ്രവർത്തനം, നല്ലൊരു പ്രവർത്തനമാണ്, നല്ലൊരു വക്കീലുമാണ്, എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരാളുമാണ്. എല്ലാം അടുത്ത് ബന്ധമുണ്ടോ നിങ്ങൾക്ക്? പരിചയമുണ്ട്. എങ്ങനെയാണ് സതീഷ് സാറ് കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുമായിട്ടൊക്കെ? ഒരു കുഴപ്പമില്ല. എല്ലാവരും സാധാരണ എല്ലാ ആൾക്കാർ കാണുന്ന പോലെ അതിനും നല്ല ഇതായിട്ട് തന്നെയാണ് പുള്ളി കാണുന്നത്. യാതൊരു കുഴപ്പമില്ല. ഏറ്റവും നല്ലൊരു കാര്യമാണ് പുള്ളി എല്ലാം കൊണ്ട് ചെയ്യാൻ പോകുന്നത്. എല്ലാം നല്ല കാര്യം. മറ്റുള്ള ആൾക്കാരും നല്ല ഇതായിരിക്കുള്ളൂ പുള്ളി ചെയ്യാൻ പോകുന്നത്. അത് കാരണം നമുക്ക് ആർക്കും പേടിക്കണ്ട. അങ്ങനെ എനിക്കറിയാമല്ലോ. ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കാൻ തുടങ്ങി. ഇവർക്കൊക്കെ അറിയാം. അറിഞ്ഞിടത്തോളം നല്ല ഒരു ഇതാണ്, ഫാമിലിയാണെന്ന് തോന്നുന്നത്. വന്ന മുഖ്യമന്ത്രി ആയാൽ നല്ലതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയ പിന്നെ പുള്ളിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി, സൂപ്പർ. കാര്യം ഇതേപോലെ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കഴിഞ്ഞാൽ പിന്നെ ജനസമ്മതികനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു വി ഡി സതീശനാണെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനൊക്കെ ഒരു പ്രശ്നത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഫാമിലിയും അടിപൊളിയാണ്. എന്ന് വെച്ചാൽ ഒന്നിനും പുറകോട്ട് വെക്കില്ല. അടിയെങ്കിൽ ഒടക്കെങ്കിൽ ഒടക്ക്, അടിയെങ്കിൽ അടി, അങ്ങനത്തെ സെറ്റപ്പാണ്. എന്നുവെച്ചാൽ ഒന്നിനും പുറകോട്ടില്ല. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ടീമാണ്. അത് ചേട്ടൻ ടീമാർ ഒന്നും മോശമല്ല. എന്നുവെച്ചാൽ നല്ല സെറ്റപ്പായിരുന്നു വന്നൊക്കെ. പിന്നെ ഓർമ്മകള് പറയാൻ പുള്ളി ഇവിടുന്ന് പോയിട്ട് 10-30 വർഷമായി. ഇവിടുന്ന് പോയിട്ട് 30 വർഷമായി. പറവൂർക്ക് പോയിട്ട്. എത്ര കാലം തൊട്ട് അറിയാം പുള്ളിയെ? ഞങ്ങളിവിടെ ജനിച്ചപ്പോൾ കുഞ്ഞുനാളിലെ പുള്ളി കളരി പഠിക്കാൻ പറ്റും ഇവിടെ, ENS കളരിയിൽ. അപ്പം മുതലറിയാം. പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പിണറായിനെ വെട്ടും. ഡെഫിനറ്റ്ലി വെട്ടും. താല്പര്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് താല്പര്യം തന്നെയാണ്. ഇവിടെ എല്ലാവരും ഇവിടെ പുള്ളിയുടെ ചേട്ടനകത്ത് ഉണ്ടാവും മിക്കപ്പോഴും. അങ്ങനെ എല്ലാവരും ഇവിടെ ഉണ്ടാടാ ഒരു സ്ഥലമാണത്. ഏതാ സതീഷിന്റെ പപ്പ എങ്ങനെയാണാവോ അതിലും പവർഫുള്ളാണ് ഇപ്പോൾ പവർഫുള്ളാണ്. ഞാൻ ഒറ്റ വാക്കിലാണ് പറഞ്ഞത്. സജീവമായിട്ട് ഇവിടെ അല്ലായിരുന്നു പ്രവർത്തനം. കോളേജുകളെല്ലാം കഴിഞ്ഞ് നേരെ പറവൂർക്ക് അവിടെ മത്സരിക്കാൻ പോയി. പിന്നെ അവിടെ തന്നെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ യൂണിയത്തിൻ്റെ ഇതിൽ പുള്ളി പ്രസിഡന്റ് നിന്നിട്ടുണ്ട്, NDCയുടെ ഇതിൽ പ്രസിഡന്റായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നിന്നിട്ടുണ്ട്. എന്റെ കൂട്ടുകാരനാണ്, എന്റെ കൂടെ പഠിച്ചാണ്. ഓർമ്മകളെ പറ്റി പറയാനായിട്ട് നല്ലവനാണ്. വേറെ ആരുണ്ട് കറക്റ്റ് മൈൻഡാണ്. ഇതിൽ വേറെ എടുത്തു പറയാനൊന്നുമില്ല. ഇല്ല ഒന്നുമില്ല, എടുത്തു പറയാനൊന്നുമില്ല. കാരണം ചെറുപ്പം തുടങ്ങി എനിക്കറിയാം. എൻ്റെ കൂടെ പഠിച്ചാണ്. പഠിക്കുമ്പോൾ ഞാൻ 8-ല്, അവൻ 9-ല്. എന്നാലും അവനെ ജ്യേഷ്ഠാന്ന് ഞാൻ വിളിക്കണ്ട. കാരണം ഞാൻ 1 വയസ്സിന് മൂത്തുള്ളൂ. അപ്പോൾ ജ്യേഷ്ഠാന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൻ മൂത്ത, അവൻ്റെ അനിയൻ എൻ്റെ കൂടെ പഠിക്കാം. പേഴ്സണലായിട്ടൊന്നും അറിയില്ല, എന്നാലും കുഴപ്പമില്ല. ആള് വളരെയധികം സന്തോഷം. നമ്മുടെ എറണാകുളത്ത് നിന്നൊരു മുഖ്യമന്ത്രി ഇത്ര അടുത്ത് നിന്ന്, ഇത് വളരെ സന്തോഷം തന്നെ. എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ കണ്ടേക്കണത്. ഇനി എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അഭിപ്രായമല്ലാതെ വേറെ ഒന്നുമില്ല. അറിയാം, നേരത്തെ അറിയാവോ? പറഞ്ഞതേയില്ലതില്ലേ, ഞങ്ങളുടെ വീട് അവിടെ. വീട്ടുകാരും ഫാമിലിയൊക്കെ നല്ല ഫാമിലിക്കാരാണ്. നല്ല അഭിപ്രായം വേറെ ഒന്നുമില്ല. അപ്പം പള്ളിയിലൊക്കെ പോകുമ്പോൾ കാണും. അങ്ങനെ ഉണ്ണിച്ചേട്ടനെ അറിയാം, പിള്ളേരെല്ലാവരും അറിയാം. ഞങ്ങളുടെ അയൽവക്കക്കാരല്ലേ. ഉണ്ണിച്ചേട്ടൻ എന്ന് പറയുമ്പോൾ ചേട്ടന്, സതീശന്റെ ചേട്ടൻ. നേരെ ചേട്ടനാ. കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊരു കാഴ്ചപ്പാടുള്ളൊരു മനുഷ്യനാണ്. നല്ല രീതിയിൽ ഭരിച്ചാൽ പുള്ളിക്ക് തുടർന്നും അടുത്ത 5 വർഷവും മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ പറ്റും. എൻ്റെ ബിൽഡിങ്ങാണിത്. ഇതിലൂടെയാണ് പുള്ളി കോളേജിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് പുള്ളിനെ കാണുന്നുണ്ട്. നല്ലൊരു മനുഷ്യനാണെന്ന് അറിയാം. പുള്ളിയുടെ ജ്യേഷ്ഠന്മാരുമായിട്ടൊക്കെ നമുക്ക് ബന്ധമുണ്ട്, സംസാരിക്കാറുണ്ട്. നല്ലൊരു മനുഷ്യനാണ്.
ഓർക്കാൻ പറ്റുന്ന അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നെട്ടൂരിന് വേണ്ട നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് നെട്ടൂർ. കാരണം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് സാധിച്ചു പരമാവധി ചെയ്തു കൊടുക്കാൻ പറ്റിയ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ പുള്ളി സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാറില്ലായിരുന്നു. കോളേജിലും മറ്റുള്ളതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം പിന്നെ അതിനുശേഷം പറവൂരേക്ക് പോയല്ല, പറവൂരേക്ക് മാറി താമസിച്ച്. എന്നാലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നുള്ളതാണ്. അപ്പം ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ 9 പുള്ളി പാർട്ടി പ്രവർത്തനത്തിനൊക്കെ വരാറുള്ള ആളാണ്. പനങ്ങാട് സ്കൂളിലാണ് പഠിച്ചേക്കുന്നത്. നല്ല സ്വഭാവം, അടിപൊളി സ്വഭാവം, ഒന്നും പറയാനില്ല. കാണാതെ പോകില്ല, കാറ് കണ്ടിട്ട് ഇങ്ങനെ സലാം അടിച്ചു പോകുന്ന ആളാണ്. ചെറുപ്പത്തിലൊക്കെ പുള്ളി അങ്ങനെ ഇങ്ങനെ പ്രസംഗമൊക്കെ നന്നായിട്ട് പ്രസംഗം വയ്ക്കാറുണ്ട്. KSUവിൻ്റെ പ്രവർത്തനത്തിനൊക്കെ സ്കൂളിലൊക്കെ വരാറുണ്ട്. പാർട്ടി അവിടുത്തെ സ്ഥാനാർത്ഥികളെ കാണാറുണ്ട്. എല്ലാം ചെയ്യാറുള്ള വ്യക്തിയാണ്.